ഒരു സ്പെഷ്യൽ മസാല റൈസ് ഉണ്ടാക്കിയാലോ? അടിപൊളി ടേസ്റ്റാണ് ഈ റൈസിന്. ഇതിൽ മസാലയ്ക്ക് വേണ്ടി ഞാൻ എടുത്തത് ഒരു സവാള, ഒരു വലിയ തക്കാളി, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് സ്പൈസസും, കാഷ്നട്ടും, റൈസിനും, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു കപ്പ് ബാസ്മതി റൈസും. ആദ്യം റൈസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്നട്ടും റൈസിന് ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് റൈസ് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി വെച്ച് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് അടച്ചു വെച്ച് വേവിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു വേറൊരു പാത്രത്തിൽ മസാല ഉണ്ടാക്കാം. അതിനായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വെന്ത് വന്നാൽ നമുക്ക് അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാളയും ഒന്ന് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വെന്ത് വന്നാൽ അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി ഇവയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. റൈസ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അതും കൂടി വറ്റി വരണം. നമുക്ക് ഈ മസാല ഈ റൈസിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് അരച്ച് വെച്ച തക്കാളി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. തക്കാളി പേസ്റ്റാണ് വേണ്ടത്. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഈ റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ച ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡ് ചില്ലി സോസാണ്. പിന്നെ കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഈ റൈസിന് ടേസ്റ്റ് നൽകുന്നത്. ഈ രണ്ട് സോസസ് അടിപൊളി ടേസ്റ്റാണ്. ഇതിന് പിന്നെ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ സോസസ് നന്നായി റൈസിൻ്റെ എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാല റൈസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. സലാഡോ പിന്നെ അച്ചാറോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റൈസ് കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രൊഫൈലൊന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.